ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇനി പല്ല് തേച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. ഓക്കെ, എൻ്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. സാധാരണ ഇവിടെ വന്നാൽ ഞാൻ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് തോന്നുന്നു അങ്ങനെ കുറവല്ലേ ഇട്ടിട്ടുള്ളത്. ഞാൻ ഓർത്ത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നാൽ എല്ലാത്തിനും എനിക്ക് മടിയായിരിക്കും. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും മടിയാണ്. ഞാനും എൻ്റെ റൂമും എൻ്റെ കട്ടിലും ഫോണും പെട്ട പാടായിരിക്കും. ഫോണിൽ കിടന്ന് കട്ടിലേക്ക് കിടന്ന് ഈ ഫോണിൽ കളിയായിരിക്കും ഫുൾ ടൈം. സത്യം പറയാലോ, ഞാൻ കഴിച്ച പാത്രം പോലും ഞാൻ കഴുകി വെക്കത്തില്ല. അത്രയ്ക്ക് മടിയാട്ടെ എനിക്ക് ഇവിടെ വന്നാൽ. അവിടെ ചെന്നാൽ ആക്റ്റീവായിട്ട് നടക്കുന്ന ഞാനല്ല ഇവിടെ വന്ന. ഒട്ടുമിക്ക പെൺപിള്ളേരും അങ്ങനെ ആയിരിക്കുമല്ലോ. സ്വന്തം വീട്ടിൽ വന്നാൽ എല്ലാത്തിനും മടിയായിരിക്കും. ഒരിക്കലും ഇല്ലാത്ത ക്ഷീണവുമായിരിക്കും. അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള കാര്യം, ഇന്ന് ഷിനാജ് വരും. അപ്പം ഞാൻ ഓർത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ ആളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വരുന്ന സെയിം ബസ്സിന് രാവിലെ അവിടെ നിന്ന് 7 മണിക്ക് ഇറങ്ങി. ഇപ്പം ഞാൻ വിളിച്ചപ്പം തൃശ്ശൂരെത്തിയെന്ന് പറഞ്ഞപ്പോൾ സമയം 10 മണിയായി. അപ്പം ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ്. രാവിലെ എന്തോ അപ്പവും കടലക്കറിയാണ്. രാവിലത്തേക്ക് എന്തായാലും എത്തത്തില്ലല്ലോ. ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് റെഡിയാക്കുന്നത്. എപ്പം ഷിനാജ് വന്നാലും കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഈ 2 വർഷത്തിൻ്റെ ഇടയ്ക്കൊക്കെ വരുമ്പോഴും ഞണ്ട്, ചെമ്മീൻ, കരിമീൻ അങ്ങനത്തെ ഫ്രഷ് മീനൊക്കെ ആയിരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നത്. ബീഫും ചിക്കനൊക്കെ വാങ്ങും കേട്ടോ. എന്നാലും ബിരിയാണി, നെയ്ച്ചോറ് ആ ഐറ്റംസ് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. ചെമ്മീൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്തോ 2 വട്ടം അങ്ങനെ വെച്ചിട്ടുണ്ട്. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഷിനാജിനോട് ചോദിക്കുമ്പോൾ പറയും എനിക്ക് നെയ്ച്ചോറും ബിരിയാണി ഒന്നും വേണ്ട, വെറും ചോറും നല്ല മീൻകറിയൊക്കെ മതിയെന്ന് പറയും. എൻ്റെ ഉമ്മാൻ്റെ മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഷിനാജിന്. അപ്പോൾ പുള്ളി അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കേണ്ടതെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിച്ച ഉറപ്പായിട്ടും പറയും ബീഫും ചിക്കനും ഒന്നും വേണ്ട, ഞണ്ടും ചെമ്മീൻ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് മതിയെന്ന് പറയും. കാരണം ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ. നല്ല ടേസ്റ്റാണ് മീൻ പൊരിച്ചാലും മീൻകറി വെച്ചാലൊക്കെ. അവിടുത്തെ ആ ഒരു ഇതല്ല, അവിടെ ഫ്രഷ് മീൻ കിട്ടാത്തതുകൊണ്ട് ഇവിടെ ആര് വന്നാലും, ഇപ്പോൾ ഷിനാജെന്നല്ല, ഈ നാട്ടിലത്തെ ഒരു ആചാരമാണത്. ആര് പുറത്തുനിന്ന് വന്നാലും നമ്മൾ മീൻ വിഭവങ്ങൾ കൊണ്ടായിരിക്കും അവരെ സൽക്കരിക്കുന്നത്. അത് ഇവിടെ ഉള്ളവർക്കറിയാം, പറയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേട്ടോ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും നെയ്ച്ചോറും ബീഫും പരിപ്പും പപ്പടവും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉമ്മ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പോയിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കട്ടെ. ഇവിടെ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുത്താലും പ്രത്യേകിച്ച് ഒന്നുമില്ല കാണിക്കാൻ. കാരണം ഞാനൊരു ജോലി എടുക്കത്തില്ല ഇവിടെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും കാണത്തില്ല. പിന്നെ ഷിനാജ് വന്നാൽ ചിലപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകും. ഷിനാജ് ടയേർഡാണെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോകും. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആൾക്ക് അങ്ങനെ വലിയ ടയർഡ്നെസ് ഒന്നും ഉണ്ടാകത്തില്ല യാത്ര ചെയ്താൽ. ഇവിടെ വന്നാലും പുറത്ത് പോകാനാണ് ആൾക്ക് താല്പര്യം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 5 ദിവസമായി കേട്ടോ. എനിക്ക് മണാലിയിൽ നിന്ന് വന്നിട്ട് ഞാൻ എൻ്റെ മിക്ക ഷോർട്സിലും എല്ലാ ഷോർട്സിലും പറഞ്ഞ് എനിക്ക് ചുമയും ജലദോഷമൊക്കെയാണ്. ഇപ്പോഴും മാറിയിട്ടില്ല. ചുമ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ വന്നിട്ടും ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഇപ്പോൾ ചുമയുടെ ടോണിക്കാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് തന്നെ ഗുളികയും കഴിച്ചായിരുന്നു, പക്ഷെ എനിക്ക് കുറഞ്ഞില്ല. ഇവിടെ ഒരു ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ച് അവിടുത്തെ മരുന്ന് കഴിച്ചപ്പോഴാണ് എൻ്റെ ചുമ കുറഞ്ഞത്, നല്ലോണം കുറഞ്ഞു കേട്ടോ. ഷിനാജിന് ഇപ്പോഴും ചുമ മാറിയിട്ടില്ല, ചുമയുണ്ട്. അപ്പം ഞാനോർത്ത് ഞാൻ കഴിച്ച സെയിം ഗുളിക വാങ്ങിച്ചു കൊടുക്കാം, അപ്പോൾ കുറയുമല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞ പോലെ വന്നിട്ട് ഞാൻ 5 ദിവസമായി. ഇനി ഷിനാജ് ഒന്ന് വന്ന് 2-3 ദിവസം നമ്മളിവിടെ നിന്നിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. വന്നപ്പോൾ തൊട്ട് ഇത്രയും ദിവസം ഞാൻ ചുരിദാറാണ് കേട്ടോ ഇട്ടത്. ഡെയിലി ഞാനങ്ങനെ നൈറ്റ് ഇട്ടില്ല, കാരണം വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ചുരിദാറായിട്ട്. എന്നിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ മടിച്ചിരുന്ന്. എന്നാലും 1-2 വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നൈറ്റ് ഇട്ടത്. ഇന്നലെ എന്തോ കുളിച്ച് കയറിയപ്പം നൈറ്റ് ഇടാനൊരു കൊതി, അങ്ങനെ നൈറ്റ് എടുത്തിട്ട് എൻ്റെ ഉമ്മയുടെ നൈറ്റ് കേട്ടോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഷിനാജ് വരുന്നതിന് മുമ്പ് കുളിച്ച് ചുരിദാറിടാം. അപ്പോൾ ഇനി ഒരുപാട് ഞാൻ സംസാരിച്ച് വലിച്ചു നീട്ടുന്നില്ല, ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ചൂട് പാലപ്പം, ഇതിന് കറിയായിട്ട് കടലക്കറി. ഗൈസ്, ഇതാണ് എൻ്റെ ഗ്രാൻഡ് മദർ, ഉമ്മയുടെ ഉമ്മയാണ്. ഇതെന്താ സ്പെഷ്യല്? അതല്ല, ഉച്ചക്ക് മരുമോൻ വരുന്നതിന്റെ സ്പെഷ്യൽ എന്താ? നെയ്ച്ചോറ്, ഇറച്ചി, പരിപ്പ്, സള്ളാസ്, പപ്പടം. എന്താ ആകാശവാണി റേഡിയോയോ? അത് എന്റെ ചെറുമോൻ ഇഷ്ടമാണ് ഇറച്ചിക്കറി, അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കടലക്കറിയും അപ്പവും പിന്നെ പാലും. ഞാൻ വന്നപ്പോൾ തൊട്ട് എനിക്കിവിടെ പാലുണ്ട്, ഇതിൽ ബൂസ്റ്റ് ഇട്ട് കുടിക്കും. ഇനി ഈ അപ്പം എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അപ്പം. ഞാൻ അരച്ച് വെച്ചാലും ഒന്നും ശരിയാകത്തില്ല. കണ്ട
ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും ഞങ്ങൾ അടുക്കളയിലിരുന്ന് എപ്പോഴും കഴിക്കുന്നത്. ഈ സാധനം ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അപ്പം ഇന്നലെ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പം ഇതിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ടാവും തിന്നാന്ന് ഓർത്ത്. ബീഫ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ കഴുകി കറിയാക്കണം. ഇവിടെ വന്നാൽ ഞാൻ ജോലി എടുക്കത്തില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ജോലികൾ, അതായത് തൂത്ത് വാരി കൊടുക്കും, അങ്ങനെ തുണി മടക്കും, ബെഡ്ഷീറ്റൊക്കെ മാറ്റും, അങ്ങനത്തെയൊക്കെ ചെറിയ പണികൾ അടക്കം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കല്ല അടുക്കളയിൽ. അപ്പം ഞാൻ വേഗം തന്നെ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കാമെന്ന് ഓർത്ത്. അപ്പം ഞാൻ വിരിച്ചിട്ട് ശരിയാവുന്നില്ല. അപ്പം ഞാൻ ഉമ്മാനെയും കൂടെ സഹായത്തിന് വിളിച്ചിട്ട്, കണ്ടില്ലേ ഞാൻ അവിടെ മാറിയിരിക്കുന്നുണ്ട്, ഉമ്മ ആണത് ഫുള്ള് വിരിച്ചത്. ഈ ബെഡ്ഷീറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. നല്ല ബെഡ്ഷീറ്റാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇത് 7D ഒരു 3D ആ ടൈപ്പ് ഓഫ് ബെഡ്ഷീറ്റാണ്. ലിങ്ക് ഞാൻ കിട്ടുവാണെങ്കിൽ കൊടുത്തേക്കാവേ. അപ്പം ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഓർഡർ ചെയ്ത് വന്നേ. ഞാനിതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. എനിക്ക് അവിടെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇവിടെ വാങ്ങിച്ചില്ലൊരു മനസ്സമാധാനക്കേടാ. അപ്പം ഞാൻ അവിടെ എന്തെങ്കിലും വാങ്ങിച്ച് ഇങ്ങോട്ടേക്കും അത് വാങ്ങും. ഇവിടുത്തെ ബീഫ് ഷിനാജിനും ഉമ്മാക്കും ചെറിയതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ പറയുന്നത് അവിടുത്തെ ബീഫിനും ഇവിടുത്തെ ബീഫിനും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നാണ്. ഇവിടുത്തെ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത്. ഞാൻ പിന്നെ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിയില്ല. അതെ, ബീഫ് കറി നല്ല തിളച്ച് വരുന്നുണ്ട്. ഇപ്പുറത്ത് നെയ്ച്ചോറ്, പിന്നെ പപ്പടവും പരിപ്പും അച്ചാറൊക്കെ. 12:30 ഞാൻ വേഗം പോയത് കുളിച്ച് വന്ന്. ഷിനാജ് ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ. ഒരു 2 മണിക്കാവും എത്തുമ്പം. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എറണാകുളം എത്തിയെന്ന് പറഞ്ഞു. എറണാകുളത്ത് നിന്നാണ് പിന്നെ ഇങ്ങോട്ട് ഫുള്ള് ബ്ലോക്ക്. അപ്പം ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ എത്തും. അപ്പോൾ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്രാവശ്യം പനി വന്നിട്ട് വല്ലാണ്ട് മനുഷ്യനെ കുഴപ്പിച്ച് കളഞ്ഞേട്ടാ. ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ തലക്ക് ഭയങ്കര കനം പോലെ. സൗണ്ടൊക്കെ കണ്ടില്ല, ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ആക്കുന്നത്. കാരണം ഒരുപാട് ഷോർട്സ് പെൻഡിങ്ങിൽ കിടക്കുവാണ് പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അതൊക്കെ പെൻഡിങ്ങിൽ വരാൻ കാരണം എൻ്റെ ഈ വയ്യാഴികയാണ്. സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് പറയുമ്പോൾ തന്നെ ചുമ വരുവാണ്. നല്ല ബുദ്ധിമുട്ടിയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു വിധം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എൻ്റെ വാലയിൽ തന്നെയാണ്. ഇവിടെ എൻ്റെ ഉമ്മ പറയുന്നത് ആരും ഇല്ലാത്തപ്പോൾ എനിക്ക് ഈ പൂച്ചയാണ് കൂട്ടെന്നും പറഞ്ഞ് ഞാൻ അതിനെ ഓടിക്കും, എന്നെ ചീത്ത പറയും. പൂച്ചേ പൂച്ചേ ഇങ്ങോട്ട് നോക്ക് പൂച്ചേ. അങ്ങനെ മര്യാദക്ക് നോക്ക്. അവിടെ കിടന്നു. ഞാൻ വിളിച്ചപ്പോൾ ഷിനാജ് ഇവിടെ എത്താറായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓടി ഞാൻ പുറത്തു വന്ന് പടിയിലിരുന്നതാണ്. ഓട്ടോയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഷിനാജ് വന്ന് ഓട്ടോയെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി ഇരിക്കുമായിരുന്നു. ഏകദേശം ഒരു 2:15 ആയപ്പോഴാണ് കേട്ടോ ഷിനാജ് വന്നത്. ബസ് ഇറങ്ങിയിട്ടതേ ഓട്ടോ പിടിച്ചിട്ടാണ് വന്നത്. ഇപ്രാവശ്യം പിന്നെ ബാഗ് ഞാൻ കൊണ്ടുവന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പെട്ടി ഉണ്ടായിരുന്നു. അതിലാണ് ഷിനാജ് സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവന്നത്. 5 ദിവസമായോളം ഞാൻ വന്നിട്ട്. എന്നിട്ട് ഒരുപാട് നാൾ കാണാതിരുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ താമസിച്ചു കേട്ടോ. ഷിനാജ് വന്നപ്പോൾ നേരത്തെ എത്തി. ഞാൻ അന്ന് 3:30-4 മണി ഇവിടെ എത്തിയപ്പം. ബസ് കംപ്ലൈൻ്റ് ആയിട്ട് ഓരോരോ ഇവിടെ നിർത്തിയിട്ടൊക്കെ വന്നത്. ഇന്ന് എത്ര മണിയായി? ഇപ്പോൾ 2 മണിയല്ലേ? 2 മണിയായപ്പോൾ എത്തി. ഇനി വേഗം കുളിച്ച് പോവാം, ഫുഡ് കഴിക്കാം. ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്ന് ചോറ്, നെയ്ച്ചോറും ബീഫും പപ്പടവും അച്ചാറും സല്ലാസൊക്കെ ഉണ്ട്. എല്ലാം എൻ്റെ മമ്മി ഉണ്ടാക്കിയതാട്ടോ. ഞാൻ ഒന്നിലും കൈ തൊട്ടിട്ടില്ല. എന്താ ഞാൻ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഇല്ലേ? പരിപ്പ് കറി ഉണ്ട് കേട്ടോ, ഞാൻ കാണിക്കാൻ മറന്നു. ഇവിടെ ഞങ്ങൾക്ക് നെയ്ച്ചോറിന് എപ്പോഴും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് പരിപ്പ് കറി. നല്ല ടേസ്റ്റി നെയ്ച്ചോറും പരിപ്പ് കറിയൊക്കെ കോമ്പിനേഷൻ. വാപ്പാടെ തന്നെ മോൻ. വാപ്പ ഫോണും കൊണ്ട് വന്നാൽ മുഖം വെത്തും, ഓടിക്കളയും. അങ്ങനെയും അങ്ങനെ തന്നെ. ഓരോ വീഡിയോ കാണുമ്പോഴും കുറേ പേര് ചോദിക്കും വാപ്പ എവിടെ, അനിയൻ എവിടെയെന്നൊക്കെ. 2 പേർക്കും വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ താല്പര്യം ഇല്ലാത്തവർ ഇതിലോട്ട് വലിച്ചിഴക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാനങ്ങനെ അവരെ വീഡിയോസ് എടുക്കാത്തതാണ്. മണാലി എന്നല്ല, ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ച ചെരുപ്പാട്ടെ. ഞാൻ വന്നപ്പോൾ കൊണ്ടുവരാൻ മറന്നു. ഷിനാജിനോട് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ്. ഇഷ്ടപ്പെട്ട കറക്റ്റ് സൈസാട്ടോ. എൻ്റെ ഉമ്മയുടെ സൈസ് ഏകദേശം ഒരേ സൈസാണ്. അപ്പോൾ കറക്റ്റ് കിട്ടി. ഞങ്ങളൊന്ന് ബീച്ചിൽ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാവാണ് പോവാൻ. സമയം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ പോട്ടെ. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിർത്തിയിട്ടാണ്. നിങ്ങൾ ചോദിക്കും ഈ ഒരു ടോപ്പേ ഉള്ളതാണ്, പിന്നെ വാങ്ങുന്നത് ഇടാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഈ പാൻറ്റ് സ്റ്റുഡിയോന്നും
ഷാള് ഇൻസ്റ്റാഗ്രാം വീഡിയോ വെച്ചു. ഏകദേശം ഒരു 4:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും പിന്നെ എൻ്റെ കസിനും അവളുടെ ഹസ്ബൻഡും ഒക്കെ വരുന്നുണ്ട് ബീച്ചിലേക്ക്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ മീറ്റ് ചെയ്യാന്നുള്ള ആ ഒരു ഇതിലാണ് ബീച്ചിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ബസ്സിലാട്ടോ പോകണം. ഇവിടെ നിന്ന് ബസ് കയറി ഡയറക്റ്റ് ബീച്ചിൻ്റെ അവിടെ പോയി ഇറങ്ങാം. വാപ്പിയുടെ വണ്ടി ചെറിയ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഏതൊരു ഓട്ടോ എടുത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് കയറിയിട്ടാണ് പോയത്. പിന്നെ എനിക്കും ഷിനാജിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബസ് യാത്ര. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. അത് പ്രൈവറ്റ് ആണെങ്കിലും ട്രാൻസ്പോർട്ട് ആണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്രക്കും വെറുപ്പുള്ളൊരു കാര്യമാണ്. അതിപ്പം പാലക്കാട് നിന്ന് ആലപ്പുഴയ്ക്ക് വരാനാണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ വരാറില്ല. ഇനി ബീച്ചിലേക്ക് നടക്കണം. 6:30 സമയം. ഇവിടെ ഇപ്പോൾ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വന്നാലാണ് കുറച്ചുകൂടെ നല്ലത്. റൈഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴാണ്. പിന്നെ തിരക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നത് രാത്രിയാണ് കേട്ടോ കൂടുതലും. അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അവൾ ഓൾറെഡി വന്ന് നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവളെൻ്റെ കളിക്കൂട്ടുകാരിയാണ്. അവളെ കല്യാണം കഴിപ്പിച്ചേക്കുന്നത് പാലക്കാടേക്കാണ് കേട്ടോ. ഇതാണ് അപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷമായി. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഒരേപോലെയാണ് കേട്ടോ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത്. അവൾ കുറച്ച് നാൾ പ്രേമിച്ചിട്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചു. അവളുടെ മകനാണ് ദൈവൻ. ഇവന് 5 വയസ്സായിപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞല്ലോ അവൾ പാലക്കാടാണ് അവളെ കെട്ടിച്ചേക്കുന്നത്. പ്രോപ്പർ പാലക്കാടാണ്. നമ്മൾ പാലക്കാട് നിന്ന് പിന്നെ മണ്ണാർക്കാടോട്ട് വരണമല്ലോ. മണ്ണാർക്കാട് നിന്ന് പാലക്കാട് വരെ പോകണമെങ്കിൽ ഏകദേശം 1 മണിക്കൂറത്തെ ദൂരമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ വിശപ്പ് വന്നപ്പം കോളിഫ്ലവർ, മുളക് ബജി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവളെ എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. എന്താ ഞങ്ങൾ തമ്മിൽ കാണാഞ്ഞേന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരേ നാട്ടിലേക്കാണ് ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം അവൾ വന്ന് കുറേ നേരം സംസാരിച്ചിരുന്ന്. അപ്പോഴത്തേക്ക് എൻ്റെ കസിൻ വന്ന്. ഇവളെൻ്റെ മാമാടെ മോളാണ് കേട്ടോ. അവളുടെ ഹസ്ബൻഡും കുഞ്ഞുമാണത്. അവരും വന്ന് അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് നിന്നിട്ട് നമ്മൾ റൈഡിൽ കയറാൻ നിന്ന്. എൻ്റെ കസിനെ വിളിച്ചിട്ട് അവൾ വന്നില്ല കേട്ടോ. അവൾ വരുന്നില്ല, നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞ്. എനിക്ക് ഈ സാധനം കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കയറാൻ. പക്ഷെ കാണുന്ന പോലെ അത്ര ഡേഞ്ചറൊന്നും അല്ല. എനിക്ക് തോന്നിയത് പൈസ ഒരു 100 ഒരാൾക്ക് കയറാൻ. അതിന് മാത്രമുള്ളൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു, അത്രേ ഉള്ളൂ. മറ്റേ തോണിയും ആകാശ തൂഞ്ഞാലൊക്കെ ആണെങ്കിൽ നമുക്ക് പൈസക്ക് ലാഭം ഉണ്ടെന്ന് പറഞ്ഞു. വീഴും കേട്ടോ ഇവിടെ ഇരുന്നാലേ. കണ്ണൊക്കെ ചാടി റിയാക്ഷൻ അറിയാലോ ഇതില്ലേ. ഇതിൽ പിന്നെ ഞങ്ങൾ 4 പേരും കൂടെയാണ് കേട്ടോ കയറിയത്. അവളുമാരുടെ 2 പേരുടെയും പിള്ളേരെയും പിടിച്ചോണ്ട് കെട്ടിയവന്മാർ താഴെ നിൽപ്പുണ്ടായിരുന്നു. ഷിനാജും പിന്നെ ഈ ഒരു റൈഡിൽ മാത്രമേ കയറിയുള്ളൂ. മറ്റേൽ കയറാൻ വിളിച്ചിട്ട് ആൾ വന്നില്ല. ഏറ്റവും അറ്റത്താണ് കേട്ടോ ഇരുന്നത്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എൻ്റെ പൊന്നു ഗൈസ്, ആരെങ്കിലും കയറിയിട്ടില്ല, കയറി നോക്കണമെങ്കിൽ. സ്റ്റാർട്ടാക്കിയപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ തന്നെ വീഴാൻ പോയ പോലെ ഇരുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ച്. മന്തിയായിരുന്നു. എനിക്ക് അത്ര താല്പര്യമില്ലെങ്കിൽ പോലും അവിടെ ആ ഒരു ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ച്. പിന്നെ നമുക്ക് വേറെ കടയിൽ പോയിട്ട് കഴിക്കാനാണെങ്കിലും ഞങ്ങൾക്ക് വണ്ടി ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തന്നെ കഴിച്ചത്. എന്നിട്ട് പിന്നെ നിർത്താതെയുള്ള സംസാരമായിരുന്നു. ഇവർ സത്യം പറഞ്ഞാൽ വർത്താനം പറഞ്ഞ് അവർക്ക് പിന്നെ പറയാൻ വിഷയമൊന്നുമില്ല. ഞങ്ങൾക്കാണെങ്കിൽ എത്ര പറഞ്ഞിട്ടും വിശേഷം തീരുന്നില്ല. കാരണം ഞങ്ങൾ 3 പേരുമാണ് കളിച്ച് വളർന്നതെന്ന് വേണേൽ പറയാം. എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്താട്ടോ എൻ്റെ ആ ഒരു ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ ഞങ്ങളെപ്പോഴും ഉമ്മാൻ്റെ വീട്ടിൽ പോയി അങ്ങനെ നമ്മൾ കമ്പനി ആയതാണ്. കുഞ്ഞുനാൾ മുതലേ അവളറിയാം, അവളുടെ അടുത്ത് പോകും. ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ഗായ്സ് ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ അവിടെ നിന്ന് കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ മന്തി. ഞാനൊരു മന്തി ഫാനല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണത്. പിന്നെ ഞങ്ങൾ കയറിയ കടയിൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഓക്കെ ആയതുകൊണ്ട് അങ്ങ് കഴിച്ചതാണ്. കുറച്ചൊരു സ്പൂണാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ നല്ലോണം വിശക്കുന്നു. അപ്പോൾ ഇവിടെ ഉച്ചക്ക് നെയ്ച്ചോറും ബീഫൊക്കെ ആയിരുന്നല്ലോ. അപ്പം എൻ്റെ ഉമ്മാനോട് ഞാൻ പറഞ്ഞു എനിക്ക് പയറ് മെഴുക്ക് വരട്ടി തരാൻ. പാവം 10:30 സമയം പയറ് മെഴുക്ക് വരട്ടി തരാൻ.
വെറും ചോറ് ഓൾറെഡി ഉണ്ട്, ഇന്നലത്തെ ചോറ് തിളപ്പിച്ചത്. ഇതായിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അതാണ് നമ്മുടെ ഉമ്മാൻ്റെ പവർ. എന്ത് പറഞ്ഞാലും സ്പോട്ടിൽ റെഡി. നമ്മുടെ പയറുമെഴുക്ക് റെഡി ആയിട്ടുണ്ട്. ചൂട് അല്ല, ആവി വറക്കുന്നുണ്ടല്ലേ. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ എൻ്റെ ഉമ്മാക്കൊരു കമ്പനിയും കൂടെ ആകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഗൈസ്. എന്താ ചിരിക്കുന്ന? ക്യാമറ വീഡിയോ ഓണാക്കി ആറ്റിറ്റ്യൂഡ് ഇടും. നാച്ചുറലായിട്ട് ഇരുന്നൂടെ? എന്തിനിങ്ങനെ അഭിനയിച്ചിരിക്കുന്നത്? എന്താ മിണ്ടാത്തത്? മിണ്ടത്തില്ല. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് കഴിച്ചാലും ചോറ് കഴിക്കാൻ അത്ര തൃപ്തി വരത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ വണ്ണത്തിനുള്ള കാരണം ഇതാണ്. നല്ല രീതിയിൽ ഞാൻ വെറും ചോറ് കഴിക്കും, വെറുന്ത് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതലും. ഞാൻ പറഞ്ഞില്ല, മന്തി കഴിച്ചിട്ട് എനിക്ക് അത്ര തൃപ്തിയായില്ല. അങ്ങനെ ഇവിടെ വന്ന് ചോറ് തിന്നപ്പോഴാണ് എനിക്കൊരു സമാധാനമായി സത്യം പറഞ്ഞത്. ഏത് ഗുളികയെന്നൊന്നും എനിക്കറിയത്തില്ല, ഇതിൻ്റെ ബാക്കിലുണ്ടാകും പേര്. പക്ഷേ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ. കാരണം നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് കഴിച്ചാൽ മതി എന്താണേലും. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടാണ് എൻ്റെ ഈ വയ്യാഴികയും ചുമയൊക്കെ ഏറെക്കുറെ മാറിയതെന്ന് വേണേൽ പറയാം. ഒരു 90% ചുമയൊക്കെ മാറി, സന്തോഷമായി എനിക്ക്. അപ്പോൾ ലാസ്റ്റ് ഇതേ 2 കൂടെ ഉണ്ട്. അതോടെ ഞാനും ഗുളികയും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു പനിയുടെ ഇടവേളയിൽ. അപ്പോൾ ഞാൻ അത് കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞാൻ കിടന്നുറങ്ങട്ടെ. ഷിനാജ് 10 ഉറക്കം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇന്ന് രാവിലെ നേരത്തെ എണീറ്റില്ലേ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ചെന്ന് നോക്കിയപ്പോൾ ആൾ നല്ല ഉറക്കം. അപ്പം ഞാൻ വിളിക്കാൻ പോലും ഉറങ്ങിക്കോട്ടെന്ന് ഓർത്ത്. അപ്പം ഞാൻ ഇവിടെ എൻ്റെ മമ്മിയായിട്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി കിടക്കട്ടെ. അപ്പം എൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ വന്നാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തത്. അപ്പം എന്തായാലും എല്ലാവർക്കും ബായ്. നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.